ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഈ അടുത്ത തിയേറ്ററിൽ റിലീസായി ഹിറ്റായ മന്ദാകിനി എന്ന മൂവിയാണ്. ആദ്യ രാത്രിയിൽ നവവധുവിന് മുൻ കാമുകനെ കാണണമെന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കല്യാണ രാത്രിയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയിലുള്ളത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അൽത്താഫ് അവതരിപ്പിക്കുന്ന ആരോമലാണ് ഇവിടെ കല്യാണ ചെറുക്കൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഒത്തിണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടിയ സന്തോഷത്തിലാണ് ആരോമൽ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരോമലിൻ്റെ അടുത്തേക്ക് അളിയനായി ഉണ്ണി വന്നിട്ട് കല്യാണത്തിന് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ആരോമലിൻ്റെ കുടുംബത്തിൽ അമ്മയും ചേച്ചിയും അളിയനുമാണ് ഉള്ളത്. അളിയൻ ഒരു പഴയ ഗുണ്ടയായിരുന്നു. അങ്ങനെ ചേച്ചിയുമായി ഇഷ്ടത്തിലായി ചേച്ചീനെ കല്യാണം കഴിച്ചതാണ്. അമ്മയാണെങ്കിലോ ഇവരുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റെടുത്ത് നല്ലപോലെ നടത്തി വരുന്ന ഒരാളാണ്. അമ്പിളി, അതായത് അനാർക്കലിയാണ് ഈ വേഷം ചെയ്യുന്നത്. അമ്പിളിയാണ് ഇവിടെ ആരോമലിൻ്റെ വധുവായിട്ട് എത്തുന്നത്. ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഈ അളിയൻ്റെ ഒപ്പം നിൽക്കുന്നവനാണ് അനി, അതായത് ആരോമലിൻ്റെ കസിൻ. ചെറുപ്പം തൊട്ട് ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇവൻ വളർന്നത്. അളിയനും അനിയും അമ്പിളിയുടെ ഒരു അമ്മാവനെ പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് അവർ ഒന്നിച്ചിരുന്ന് മദ്യമൊക്കെ അടിക്കുന്നുണ്ട്. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അമ്പിളി ആരോമലിൻ്റെ കൂടെ ആരോമലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്പിളിയുടെ വിഷമം മാറ്റാനായിട്ട് ആരോമൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കാറിൽ ഇരുന്ന് കുറേ തമാശകളൊക്കെ പറയുന്നുണ്ട്. ആരോമലിൻ്റെ തമാശ കേട്ടിട്ടാണെങ്കിൽ അമ്പിളി വിഷമം മറിഞ്ഞ് ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ ബന്ധുക്കളും ആരോമലും അമ്പിളി എല്ലാം കൂടി വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ബാഹുബലിയുടെയും ദേവസേനയുടെയും രൂപത്തിൽ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. ഇത് വേറെ മറ്റാരുടെയും പണിയല്ല, ഇവരുടെ ഒരു ബന്ധുവായ മനോജേട്ടൻ്റെ പണിയാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇവർ പതിവ് പോലെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു ബന്ധുവായ സാഗർ അങ്ങോട്ട് വരുന്നത്. ചുമ്മാ വെറും കൈയോടെ ഒന്നും അല്ലട്ടോ വരുന്നത്, ഒരു കുപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. സാഗറിനെ കുപ്പിനെ കണ്ടതോടെ ഉണ്ണിയാളിയനും അനിയും കൂടി സാഗറിനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കുപ്പിയുടെ വീതം വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഉണ്ണിയാളിയൻ എന്ത് ചെയ്തു? ഇവരെല്ലാം പുറത്താക്കിയിട്ട് ആ കുപ്പിയിൽ നിന്ന് എടുത്ത് കുടിക്കുകയും കുപ്പി എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു. അമ്പിളി ആരോമൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ആരോമൽ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നൊക്കെയുണ്ട് അമ്പിളീനെ സന്തോഷിപ്പിക്കാനായിട്ട്. അമ്പിളിയും അതെല്ലാം കേട്ടിച്ചിരിക്കുന്നുമുണ്ട്. ഇതിനുശേഷം അമ്പിളിയുടെ കൂടെ വന്ന ബന്ധുക്കളെല്ലാം അമ്പിളിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോയി. ഉണ്ണിയാളിയനും കൂട്ടരും ആണെങ്കിൽ മണിയറ ഒരുക്കാനുള്ള തിരക്കിലാണ്. ഇതിൻ്റെ ഇടയിൽ ഉണ്ണിയാളിയൻ മനോജേട്ടനെ കരിക്ക് വെട്ടാനായിട്ട് വിടുന്നുണ്ട്. ഇവർക്ക് മദ്യത്തിൻ്റെ കൂടെ അടിക്കാനായിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനി ഉണ്ണിയാളിയനോട് ഒരു സംശയം പറയുന്നത്. നിങ്ങൾ ആരോമലിനെ നോക്ക്, അവനെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടില്ലേ, ചിലപ്പോൾ ഫസ്റ്റ് നൈറ്റൊക്കെ അല്ല, അതിൻ്റെ ടെൻഷനായിരിക്കുമെന്ന്. അങ്ങനെ ഉണ്ണിയാളിയനും അനിയും കൂടി ആരോമലിനെ വിളിച്ച് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എടാ നീ ഒന്ന് നല്ലപോലെ അടിച്ചിട്ട് പോകും, അപ്പോൾ നിൻ്റെ ഈ ടെൻഷനൊക്കെ മാറുമെന്ന്. അപ്പോൾ ആരോമൽ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും പറ്റില്ലെന്ന്. അപ്പം ഉണ്ണിയാളിയും പറയുന്നുണ്ട്, എടാ ചുമ്മാ അടിക്കേണ്ട, മദ്യത്തിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടൊരു കോക്ടെയിൽ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മണവും വരില്ല, അത്ര വലിയ ഫിറ്റാന്ന് തോന്നുന്നില്ലെന്ന്. അങ്ങനെ ഇവരുടെ നിർബന്ധം കാരണം ആരോമൽ സമ്മതിക്കുന്നു. അനിയാണ് ഈ കൂട്ട് തയ്യാറാക്കുന്നത്. തന്നെക്കാലം മുമ്പ് തൻ്റെ കസിൻ ആയ ആരോമലിൻ്റെ കല്യാണം കഴിഞ്ഞതിനുള്ള ഒരു അമർഷം കൊണ്ട് അനി എന്ത് ചെയ്യുന്നു? ഇവരുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാൻ വേണ്ടി കുറച്ച് മദ്യം അതിൽ നല്ലോണം കൂടുതലായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആരോമൽ ഈ മദ്യമാണെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ഏതോ ജ്യൂസാണ് എടുത്ത് കുടിച്ചത്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ആരോമൽ, അതായത് അമ്പിളീനെ ആദ്യം കണ്ടതെല്ലാം ഇങ്ങനെ ഓർക്കുകയാണ്. ഈ അമ്പിളി ആരോമലിൻ്റെ അമ്മയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വരുമ്പോഴാണ് ആരോമൽ ആദ്യമായിട്ട് അമ്പിളീനെ കാണുന്നത്. പിന്നെ അവർ പരിചയപ്പെടുന്നു, പിന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ആരോമലിൻ്റെ അമ്മ പിന്നെ ഇതൊരു പ്രപ്പോസലായിട്ട് അമ്പിളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ അവർക്ക് ഇഷ്ടമായിട്ട് അങ്ങനെയാണ് ഇവരുടെ ഈ കല്യാണം നടന്നത്. നല്ലൊരു ജീവിതം തുടങ്ങാമെന്ന സ്വപ്നത്തോടെ ആരോമൽ മുറിയിലേക്ക് ചെല്ലുന്നു. അമ്പിളി മുറിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആരോമൽ അമ്പിളിയുടെ അടുത്ത് വന്നിരിക്കുന്നു. അമ്പിളിയുടെ പെരുമാറ്റം അത്ര പന്തിയായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ആരോമലിൻ്റെ അമ്മയും പെങ്ങളും അവർ കുറച്ച് ബന്ധുക്കളെല്ലാം കൂടി അവർ ഒളിപ്പിച്ച് വെച്ച കുപ്പി എടുത്ത് കുടിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആരോമലിൻ്റെ പെങ്ങൾ പറയുന്നു, ഞാൻ കുടിക്കുന്നില്ല, നിങ്ങളെല്ലാവരും കുടിച്ചോന്ന്. അങ്ങനെ അമ്മയും ബന്ധുക്കളും കുടിക്കുന്നു. ആരോമലിനെ കണ്ടപാടെ അമ്പിളി ആദ്യം തന്നെ ചോദിക്കുന്നത് ആരോമലേട്ടൻ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോഴാണ് ആരോമലിന് അളിയൻ മുമ്പ് പറഞ്ഞു തന്ന ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഫസ്റ്റ് നൈറ്റിൽ ഇങ്ങനെ പെണ്ണുങ്ങളും ഇങ്ങനെ ചോദിക്കും മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ എന്നൊക്കെ, ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയാവുള്ളെന്ന്. അതുകൊണ്ട് തന്നെ ആരോമൽ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളി അതാ പറയുന്നു, ഞാൻ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. ആരോമൽ പാസ്റ്റല്ലേ, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് അമ്പിളി എനിക്ക് എൻ്റെ സുജിത് വാസുവിനെ കാണണമെന്നും പറഞ്ഞിരുന്ന് കരയുന്നത്. അപ്പോഴാണ് ആരോമലിന് അമ്പിളിയുടെ അടുത്തുനിന്ന് വരുന്ന ആ മദ്യത്തിൻ്റെ മണം ശ്രദ്ധിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ആരോമൽ മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ അളിയൻ്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എനിക്കാണോ മദ്യം തന്നത് അതോ അമ്പിളിക്കാണോ? അമ്പിളി അവിടെ കുടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന്. അപ്പോൾ അളിയൻ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ അനിയോട് ചോദിക്കുന്നു, നീ എന്താടാ ചെയ്തതെന്ന്.
എന്ന്. അപ്പോൾ അണ്ണി പറഞ്ഞു അടുക്കളയിൽ വെച്ച് വേറെ ആരെങ്കിലും എടുത്ത് കുടിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവരുടെ മുറി കൊണ്ടേ വെച്ചെന്ന്. അങ്ങനെ മനസ്സിലായി ഇവർക്ക് അവിടെ മുറി വെച്ചപ്പോൾ ചിലപ്പോൾ അമ്പിളി ജ്യൂസാന്ന് വല്ല ഓർത്തെടുത്ത് കുടിച്ചിട്ടുണ്ടാവുന്നത്. അങ്ങനെ അളിയൻ ആരോമലിനെ സമാധാനിപ്പിക്കുന്നു, കുഴപ്പമില്ലടാ, എന്താ സംഭവം, നമുക്ക് താഴെ പോയി നോക്കാമെന്ന്. അങ്ങനെ ഇവരെല്ലാം കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അമ്പിളിയുടെ ചുറ്റിലും ഒരു കൂട്ടം അമ്മയും പെങ്ങളും ബന്ധുക്കളെല്ലാം ഉണ്ട്. അമ്പിളിയാണെങ്കിലോ സുജിത്ത് വാസു എന്നും പറഞ്ഞിരുന്ന് കരയുന്നുണ്ട്. അമ്മയ്ക്ക് ആകെ ദേഷ്യം. അമ്മ ആരോമലിനോട് ചോദിക്കുന്നു, ആരായി സുജിത്ത് വാസു എന്ന്. അപ്പോൾ ആരോമലും പറയുന്നു, ഞാനും ആദ്യമായിട്ടായി പേര് കേൾക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ണിയാളെയും വന്ന് അമ്പിളീനെ സമാധാനിപ്പിച്ച്, മോളെ പറ ആരാ സുജിത്ത് വാസു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അമ്പിളി ഛർദ്ദിക്കാനായിട്ട് പുറത്തേക്ക് ഓടുന്നു. ഛർദ്ദിച്ചു കഴിഞ്ഞ അമ്പിളീനെ എല്ലാവരും പിടിച്ചൊരു കസേരയിൽ ഇരുത്തുന്നു. ആരോമല് വന്ന് അമ്പിളിയോട് സമാധാനമായിട്ട് ചോദിക്കുന്നു, ഇനിയെങ്കിലും പറ ആരായി സുജിത്ത് വാസു എന്ന്. അങ്ങനെ അമ്പിളിയുടെ ആ പ്രണയകഥ പറയാണ്. ഗണപതിയായിട്ട് സുജിത്ത് വാസുമായിട്ട് അവതരിപ്പിക്കുന്നത്. സുജിത്ത് വാസു കുറേ നാളായി ഇങ്ങനെ അമ്പിളിയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യമൊന്നും അമ്പിളിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആയപ്പോൾ അമ്പിളിക്ക് ഒരു ഇഷ്ടമൊക്കെ ആവാൻ തുടങ്ങി. അങ്ങനെ സുജിത്ത് വാസു ഒരു ദിവസം നേരിട്ട് അമ്പിളിയോട് പറഞ്ഞു, അമ്പിളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കണ്ണിലെ മറുകാണ്. അതിലങ്ങ് അമ്പിളി ഫ്ലാറ്റായി. പിന്നെ അവർ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി. എല്ലാവരും നല്ല ആകാംക്ഷയോടെ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോമലിൻ്റെ അമ്മ പറയുന്നത്, മതി ഇനിയൊന്നും പറയണ്ട, പെട്ടെന്ന് ഇവളുടെ വീട്ടുകാരെ വിളിക്ക്, ഇനി അവർ വന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന്. അങ്ങനെ ആരോമലിൻ്റെ പെങ്ങള് അമ്പിളിയുടെ അച്ഛനെ അമ്മേനെ വിളിച്ചിട്ട് വേഗം വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നു. ആരോമലിൻ്റെ അമ്മ അവിടെയുള്ളവരെ താക്കീത് ചെയ്തിട്ട് പറഞ്ഞു, ഈ കാര്യം നമ്മളിവിടെ കൂടിയിരിക്കുന്നവരല്ലാതെ പുറത്തുനിന്ന് ഒരാളും അറിയരുതെന്ന്. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരമ്മ അവൻ കേട്ട പാതി തന്നെ നേരെ ടെറസിലേക്ക് പോയി ഫോൺ എടുത്ത് കുറേ പേരെ വിളിച്ച് ഈ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ കാര്യം വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുകയും ചെയ്തു. കല്യാണത്തിന് കുപ്പിയായിട്ട് വന്ന സാഗറിന് ഓർമ്മയില്ലേ? ആ കുപ്പി മേടിച്ചിട്ട് ഉണ്ണിയാളിയൻ പിന്നെ നമ്മൾ കൂടുമ്പം, അതായത് അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വിളിക്കാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. സാഗർ അളിയനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങൾ കൂടാറായോ, ഞാൻ വരണോ എന്ന്. ഉണ്ണിയാളിയൻ അത് മുഴുവൻ തന്നെ കുടിക്കാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് സാഗർ അളിയനോട് പറയുന്നുണ്ട്, ഇല്ല ഇവിടെ വരണ്ട, ഇവിടെ ഞങ്ങൾ ഇതുവരെ അടിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആരോമലും അളിയനും എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് വേറൊരാളുടെ വരവ്. നമ്മുടെ അമ്പിളിയുടെ അമ്മാവൻ ഏതോ ആളുടെ ബൈക്കിലാണ് വന്നത്. നല്ല ഫിറ്റായിട്ടാണ് വരുന്നത്. കയറി വന്നത് എല്ലാവരും തെറി വിളിച്ചുകൊണ്ടാണ് അങ്ങേരെ കയറി വരുന്നത്. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോളെ കുടിപ്പിച്ചല്ലേടാന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും തെറി വിളിക്കുന്നുണ്ട്. അമ്മാവൻ അങ്ങനെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പിളിയുടെ അച്ഛനും അമ്മയും വരുന്നു. അമ്പിളി ഓടി വന്ന അച്ഛനും അമ്മേനെ കെട്ടിപ്പിടിച്ച് എനിക്ക് സുജിത്ത് വാസുവിനെ കാണണമെന്നെല്ലാം പറഞ്ഞിരുന്ന് കരയുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ പാവം ആരോമല് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടത്. അത് അമ്മാവനെ കൊണ്ടുവന്ന ബൈക്കായിരുന്നു. അങ്ങനെ ആരോമൽ ആ ബൈക്കിൻ്റെ അടുത്ത് ചെന്നു. ആ ബൈക്കുകാരൻ വേറെ ആരുമല്ല, അമ്പിളി പ്രണയിക്കുന്ന സുജിത്ത് വാസുവാണ്. അങ്ങനെ ഇവിടെ വന്ന് വണ്ടി നിന്ന് പോയതാന്നൊക്കെ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ട് സുജിത്ത് വാസു അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മാവനാണെങ്കിൽ പിന്നെയും ബഹളം തുടങ്ങി. അവിടെയുള്ളവരെല്ലാം ചീത്ത പറയുന്നു, നിങ്ങൾ കാരണമാണ് എൻ്റെ മോക്ക് ഈ അവസ്ഥ വന്നത്, നിങ്ങൾ മനഃപൂർവ്വം കുടിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അമ്പിളിയുടെ വീട്ടുകാർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പം ആരോമലിൻ്റെ അമ്മ പറയുന്നു, എന്തായാലും ഇവിടെ വെച്ച് നടന്ന പ്രശ്നമല്ല, ഇതിന് പരിഹാരം ഞങ്ങൾ തന്നെ കണ്ടോളാം, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അമ്പിളിയുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോയി. പോകുന്നതിന് മുമ്പ് അമ്മാവൻ പിന്നെയും ഷോ ഇറക്കാൻ തുടങ്ങി. നമ്മുടെ ഉണ്ണിയാളിനെ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കും തോന്നുന്നുണ്ട്. പഴയ ഗുണ്ടയാളെ പുള്ളി അമ്മാവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നേരെ അവിടെ കൊണ്ടേ കാറി കയറ്റി. അങ്ങനെ അമ്മാവനും അമ്പിളിയുടെ മാതാപിതാക്കളും കൂടി അവിടെ നിന്ന് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്പിളിനെ ബന്ധുക്കളെല്ലാവരും കൂടി അകത്ത് കൊണ്ടേ ഇരുത്തി. അമ്പിളി പിന്നെയും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് സുജിത്ത് വാസുവിനെ കാണുമെന്ന്. ഇതൊന്നും കണ്ടിട്ട് ആരോമലിൻ്റെ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. ആരോമലിൻ്റെ അമ്മ ആരോമലിനോട് പറഞ്ഞു, ഇനി ഇത് നോക്കി നിൽക്കാൻ പറ്റില്ല, വേഗം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് സുജിത്ത് വാസുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. ഇതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ണിയാളിനോട് ചോദിച്ചു, ഈ അമ്മ രാത്രി ഒറ്റയ്ക്ക് ഈ ജീപ്പ് ഓടിച്ച് പോവോ ഈ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന്? അപ്പം ഉണ്ണിയാളിൻ അവരോട് പറഞ്ഞു, എൻ്റെ അമ്മായിമ്മനെ നിങ്ങൾക്ക് അറിയൊന്നുമില്ല, പണ്ട് അമ്മായിമ്മയുടെ സ്റ്റുഡൻസിന് ഇങ്ങനെ ലൈസൻസ് ഒന്നും തരാത്ത ഓഫീസറിനെ പോയി ആളുകളുടെ മുമ്പിൽ ഇരുന്ന് തെറി വിളിച്ച ആളാണ് അമ്മായിമ്മ. ഇത് പോയിട്ടെല്ലാം നല്ലപോലെ ഡീൽ ചെയ്തോളൂ എന്ന്. ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടെണ്ണം വിട്ടിട്ട് തന്നെ കേട്ടോ അമ്മ ഇറങ്ങുന്നത്. അമ്മയും ആരോമലിൻ്റെ പെങ്ങളും അവരുടെ ഒരു വല്യമ്മയുടെ മോളായ ശ്രീകുട്ടിയും ഒക്കെയാണ് ആദ്യത്തെ ട്രിപ്പിൽ പോകാനിരിക്കുന്നത്. ആരോമലും ഇവരുടെ കൂടെ ഉണ്ട്. പോകുന്ന വഴിക്ക് ആരോമൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഈ രാത്രി തന്നെ പോകണം, നമുക്ക് രാവിലെ പോയാൽ പോരെ എന്നെല്ലാം. ഇങ്ങനെ ആരോമൽ ചലയ്ക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ എന്ത് ചെയ്യുന്നു, ആരോമലിനെ അവിടെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നു. ഇപ്പം ആ ജീപ്പിൽ ആ പെണ്ണുങ്ങൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഉണ്ണിയാളിയനും അനിയും പിന്നെ അവരുടെ കൂടെയുള്ള അമലേഷ് എന്ന് പറഞ്ഞൊരു ചെറുക്കനും അവരെല്ലാം കൂടി അടുത്ത ജീപ്പ് എടുത്ത് പുറകെ പോകാനുള്ള പ്ലാനിലാണ്. ഇതിൻ്റെ ഇടയിൽ ആരോമൽ വിളിക്കുന്നുണ്ട്, ഞാനിവിടെ വഴിയിൽ ആണ്, നിങ്ങൾ വേഗം വാ, എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നു.
അങ്ങനെ അവർ പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവരുടെ ജീപ്പ് ഏതോ ഒരു കുഴിയിൽ വീണ് കിടക്കുന്നതായിട്ട് മനസ്സിലായത്. എല്ലാം നല്ല വെള്ളത്തിലാണല്ലോ, അതുകൊണ്ട് അവർക്കൊന്നും ആ ജീപ്പ് എടുക്കാനുള്ള ഒരു ശേഷിയില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവദൂതനെ പോലെ കരിക്ക് വെട്ടാൻ പോയ മനോജേട്ടൻ വരുന്നത്. മനോജേട്ടൻ ഫിറ്റൊന്നും അല്ല, കാരണം കരിക്ക് വെട്ടുന്ന തിരക്കിലായിരുന്നല്ലോ. പിന്നെ ഇവരെല്ലാം കൂടി ചേർന്ന് മനോജേട്ടനെ ഡ്രൈവറാക്കി. അങ്ങനെ ജീപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അമ്പിളിയുടെ സ്ഥലത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് അടുത്ത വയ്യാവേലി വരുന്നത്. സാഗർ അളിയൻ. ഇവരാരും ഇതുവരെ തന്നെ കുടിക്കാൻ വിളിച്ചില്ല, എന്നാൽ താൻ തന്നെ അങ്ങ് നേരിട്ട് വരാമെന്ന് വിചാരിച്ചാണ് സാഗർ അളിയൻ വരുന്നത്. സാഗർ അളിയനെ കണ്ടതോടെ ഉണ്ണിയാളിയൻ പറഞ്ഞു, ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാണ്, സാഗർ അളിയൻ തിരിച്ചു പൊക്കുമെന്ന്. അങ്ങനെ സാഗർ അളിയനെ അവിടെ നിർത്തിയിട്ട് ഇവരെല്ലാവരും ജീപ്പിൽ കയറി പോയി. പോകുന്ന വഴിക്കുന്ന ഇവർ ആരോമലെ കൂടെ കൂട്ടെ. സുജിത് വാസു തന്നെ ചതിച്ചു എന്ന് അമ്പിളി ഇടയ്ക്കിടയ്ക്കേ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരോമലിൻ്റെ അമ്മ ചോദിച്ചു, നീ കുറേ നേരമല്ല അവൻ ചതിച്ചു എന്ന് പറയുന്നല്ലോ, അവൻ എങ്ങനെയാണ് നിന്നെ ചതിച്ചതെന്ന്. അങ്ങനെ അമ്പിളി വീണ്ടും പഴയ സ്റ്റോറി പറയാൻ തുടങ്ങി. അതായത് ഒരു ദിവസം രാത്രി അമ്പിളി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സുജിത് വാസുവിൻ്റെ കോൾ വരുന്നു. അതായത് അമ്പിളിയുടെ വീണ്ടും മുറ്റത്തുണ്ട് ഞാൻ, നീ പെട്ടെന്ന് ഇറങ്ങി വന്ന്. അങ്ങനെ അമ്പിളി ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു ഷെഡിട്ടൊരു പുരയുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അതിൻ്റെ അകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് അയൽവാസിയായ ഒരു ചേട്ടൻ എന്തോ അനക്കം ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെ ആ ചേട്ടൻ ഭാര്യേനെല്ലാം കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നു. ഇങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും സുജിത് വാസു അവിടെ നിന്ന് ഓടി. ഈ ഓടുന്നതും ഈ ചേട്ടൻ കണ്ടു, പക്ഷെ ആരാ ഓടിയെന്ന് മാത്രം ഈ ചേട്ടൻ കണ്ടില്ല. ഈ ചേട്ടൻ അമ്പിളിയുടെ മാതാപിതാക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടി. അങ്ങനെ ഇവർ നോക്കുമ്പോൾ മോളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ അയൽക്കാരൻ അമ്പിളിയുടെ മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ മോളുടെ കൂടെ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ അവൻ ഓടിപ്പോയതാന്ന്. അങ്ങനെ സുജിത് വാസു ആണെങ്കിൽ എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് നാട്ടുകാരനെ പോലെ ഒന്നും അറിയാത്ത അവിടെ വന്ന് നിൽക്കുന്നു. അമ്പിളിയുടെ മാതാപിതാക്കളാണെങ്കിലോ അമ്പിളീനെ തല്ലുകയും ചെയ്തു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് സുജിത് വാസു ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അതാണ് അമ്പിളിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയത്. ആരോമലിൻ്റെ അമ്മയും പെങ്ങളും കൂടെയുള്ളവരെല്ലാം ജീപ്പ് നിർത്തി കഥയും കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പുറകെ വരുന്ന ആരോമലിന് മുന്നിയാളിയനൊന്നും അമ്പിളിയുടെ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷനൊന്നും അറിയില്ല. രാത്രിയും കൂടിയാണല്ലോ, പിന്നെ എല്ലാം നല്ല മധ്യത്തിലും. അങ്ങനെ ഇവർ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അമ്പിളിയുടെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഗേൾസ് മാത്രമുള്ള ജീപ്പ് പെട്ടെന്ന് അങ്ങ് നിൽക്കുന്നു. കാരണം എന്താ, മുന്നിൽ പോലീസ് ചെക്കിങ്. ആരോമലിൻ്റെ അമ്മയാണെങ്കിൽ നല്ല വെള്ളത്തിലാണല്ലോ. കുറച്ച് പെണ്ണുങ്ങൾ മാത്രം രാത്രിയിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നതിൻ്റെ എന്തോ സംശയം തോന്നിയ ഒരു പോലീസുകാരൻ വണ്ടിയുടെ ബുക്കും പേപ്പറും വാങ്ങിച്ച് എസ് ഐനെ കാണിക്കുന്നു. ബുക്കും പേപ്പറും പരിശോധിച്ച എസ് ഐ നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആരോമലിൻ്റെ അമ്മയോട് പറയുന്നു, ടീച്ചറിന് എന്നെ മനസ്സിലായോ, ടീച്ചറിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതെന്ന്. അങ്ങനെ ആരോമലിൻ്റെ അമ്മയ്ക്ക് തൻ്റെ പഴയ സ്റ്റുഡൻറ്റിനെ മനസ്സിലായി. എന്നിട്ട് എല്ലാവരോടായിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കുറേ കഷ്ടപ്പെട്ടെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ഐയുടെ കയ്യിലുള്ള ആൽക്കഹോൾ ടെസ്റ്ററിൽ നിന്ന് കീന്ന് സൗണ്ട് കേട്ടു. അങ്ങനെ എസ് ഐക്ക് മനസ്സിലായി, അതായത് തൻ്റെ ടീച്ചർ നല്ലപോലെ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആരോമലിൻ്റെ അമ്മ പറയുന്നു, ഇത്രയും നേരം എൻ്റെ മോളാണ് ഓടിച്ചത്, ഞാൻ ഇപ്പോൾ ഒന്ന് ഓടിക്കാൻ തുടങ്ങിയതേ ഉള്ളെന്ന്. അങ്ങനെ എസ് ഐ നേരെ ആ മെഷീനുമായിട്ട് ആരോമലിൻ്റെ പെങ്ങളുടെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്നും കീ സൗണ്ട്. കൂടെയുള്ള എല്ലാവരും ഞെട്ടുന്നു, ഇവളല്ലേ കുടിക്കില്ലെന്ന് പറഞ്ഞത്. ഓഹോ, എല്ലാവരും കണക്കാണല്ലേ, പോലീസ് സ്റ്റേഷനിൽ വന്ന് ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴാണ് അമ്പിളി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഛർദ്ദിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ബോയ്സ് എല്ലാമായിട്ട് വരുന്ന ആ ജീപ്പാണ്. അവർ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഏതോ വെള്ളത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഇനി മുന്നോട്ട് എടുത്താൽ വണ്ടി വെള്ളത്തിൽ വീഴും. അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയളിയന് മൂത്രമൊഴിക്കാൻ വിട്ടിയത്. ഉണ്ണിയളിയൻ എന്ത് ചെയ്തു, മൂത്രമൊഴിക്കാൻ പറ്റിയ സ്ഥലവും നോക്കിപ്പോയി. അങ്ങനെ മൂത്രമൊഴിക്കുമ്പോഴാണ് അവിടെ കടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഏതോ പാവങ്ങളുടെ ദേഹത്ത് ഉണ്ണിയളിയൻ മൂത്രമൊഴിച്ചത്. അങ്ങനെ അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പ്രശ്നമുണ്ടാക്കി. അവസാനം ആരോമലും അനിയും അങ്ങനെ കൂടെയുള്ളവരെല്ലാം വന്ന് ഉണ്ണിയളിയനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോന്നു. അവരെല്ലാവരും കൂടി ജീപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം, ജീപ്പിൻ്റെ താക്കോൽ കാണുന്നില്ല. മറ്റൊരിടത്താണെങ്കിൽ അമ്പിളി ഛർദ്ദിച്ചത് എസ് ഐയുടെ യൂണിഫോമിലേക്കായിരുന്നു. എസ് ഐ അങ്ങനെ യൂണിഫോം എല്ലാം കഴുകി അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോമലിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നത്, സോറി ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല, പൊക്കോട്ടേന്ന്. അപ്പോൾ എസ് ഐ പറയുന്നു, ഇല്ല ഫൈൻ അടിച്ചിട്ടേ പോവാളെന്ന്. അങ്ങനെ പഴയ ടീച്ചറല്ലേ എന്നെല്ലാം ഓർത്തിട്ട് പിന്നെ ലാസ്റ്റ് എസ് ഐ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ മദ്യപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി എടുത്തിട്ട് പോകാമെന്ന്. അപ്പോഴാണ് ആരോമലിൻ്റെ അമ്മ ഓർക്കുന്നത്, ശ്രീകുട്ടി കുടിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ശ്രീകുട്ടി വന്ന് ടെസ്റ്റ് ചെയ്യുന്നു, സൗണ്ടൊന്നും കേട്ടില്ല. അങ്ങനെ ശ്രീകുട്ടിയോട് വണ്ടി എടുക്കാൻ പറയുന്നു. ശ്രീകുട്ടിക്ക് ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയില്ല. പിന്നെ ആരോമലിൻ്റെ അമ്മ എങ്ങനെയൊക്കെയോ ക്ലച്ച് ഇടാനും ഗിയർ ഇടാനും ഒക്കെ പഠിപ്പിച്ചിട്ട് എങ്ങനെയോ അവർ തട്ടിമുട്ടിയൊക്കെ പോന്നു. പോക്ക് കണ്ടപ്പോഴേ എസ് ഐക്ക് മനസ്സിലായി ഇതെവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കുമെന്ന്. ആരോമലും ഗ്യാങ്ങും താക്കോലും തപ്പി നടക്കുകയാണ്. കൂട്ടിന് അളിയൻ മുഖത്ത് മൂത്രമൊഴിച്ച ആ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെയും വിളിച്ചിട്ടുണ്ട്. അളിയൻ ഇവരോട് ഈ നടന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് താക്കോൽ തപ്പുന്നത്. പക്ഷെ താക്കോൽ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അളിയനും അനിയെല്ലാം എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വഴക്കൂടിയിരിക്കുമ്പോഴാണ് നമ്മുടെ ആരോമൽ പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെ ഒരു തമാശയായിരിക്കും, എൻ്റെ ജീവിതമല്ലേ പോയെന്നെല്ലാം പറഞ്ഞ് ആരോമൽ അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. പെൺപടയാണെങ്കിൽ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി. അങ്ങനെ അമ്പിളി മുഖമൊക്കെ ഒന്ന് കഴുകി. അമ്പിളിക്ക് ഇപ്പോൾ കുറച്ച് ബോധമൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും ആരോമലിൻ്റെ അമ്മ ജീപ്പ് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ അമ്പിളിയോട് ചോദിച്ചു, പിന്നെ നീ സുജിത് വാസുവിനെ കണ്ടുവന്ന്. അപ്പോൾ അമ്പിളി പറഞ്ഞു,
പറഞ്ഞു. അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും കണ്ടു. അവൻ കുറേ സോറിയൊക്കെ പറഞ്ഞ് പുറകെ വന്നു. ആദ്യമൊന്നും ഞാൻ ക്ഷമിച്ചില്ല, പിന്നെ അവനിങ്ങനെ കെഞ്ചിയൊക്കെ ഇങ്ങനെ സോറി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ക്ഷമിച്ച് വീട്ടിൽ വന്ന് ഇനി ഡയറക്റ്റ് സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ വീട്ടിലെ അവസ്ഥയാണെങ്കിൽ ഇതിലും കഷ്ടം. അച്ഛനും അമ്മയാണെങ്കിൽ എപ്പോഴും ഇതും പറഞ്ഞ് കുറ്റം പറയും. അങ്ങനെ അവർ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ വേഗം അമ്പിളി വേഗം എന്നിട്ട് സുജിത് വാസുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ സുജിത് വാസു പറഞ്ഞു, ഇന്ന് നമുക്കിവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ട് വിളിക്കാമെന്ന്. അങ്ങനെ 2-3 ദിവസം സുജിത്തിൻ്റെ കോളൊന്നും കാണാത്തതുകൊണ്ട് അമ്പിളി അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ സുജിത്ത് പറഞ്ഞു, നമുക്ക് പോകാനും താമസിക്കാനും ഒക്കെ ഒത്തിരി പൈസ വേണ്ടേ, അപ്പോൾ ഞാൻ ആ പൈസ ഏർപ്പാടാക്കാനുള്ള തിരക്കില്ലാന്ന്. അപ്പോൾ അമ്പിളി പറഞ്ഞു, നീ എങ്ങനെ കഷ്ടപ്പെടുമൊന്നും വേണ്ടെന്നെല്ലാം പറഞ്ഞ് പിറ്റേന്ന് സുജിത് വാസുവിനെ കാണണമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അമ്പിളി സുജിത് വാസു വന്നപ്പം കുറച്ച് ഓർണമെൻറ്റ്സ് ഒരു 10 പവൻ്റെ അടുത്തുണ്ടാവും സുജിത് വാസുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടേ വിൽക്ക്, നമ്മുടെ ആവശ്യത്തിനല്ല, എന്നിട്ട് ഈ പൈസയും കൊണ്ട് നമുക്ക് പോകാമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് സുജിത് വാസുവിൻ്റെ ഒരു അനക്കവും ഇല്ല. 3-4 ദിവസമായിട്ട് അമ്പിളി വിളിച്ചുകൊണ്ടേയിരിക്കുവാണ്, ഇവൻ്റെ ഒരു വിവരവും ഇല്ല. അമ്പിളി ഇവൻ്റെ വീട്ടിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്, അവിടെ ഇല്ല. പിന്നെ ഇവിടെ അമ്പിളി എന്ത് ചെയ്തു, വേറൊരു ഫേക്ക് അക്കൗണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് ഇവൻ്റെ അക്കൗണ്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഗോവയിലാന്ന്. അങ്ങനെ അമ്പിളിക്ക് മനസ്സിലായി അവൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന്. ഇതെല്ലാം കേട്ട ശേഷം ആരോമലിൻ്റെ ചേച്ചി അമ്പിളിയോട് ചോദിച്ചു, പിന്നെ നീ അവനെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ അമ്പിളി പറഞ്ഞു, ഇന്ന് കല്യാണത്തിന് അവൻ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയെന്ന്. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകുട്ടി പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് സുജിത് വാസുവിൻ്റെ അക്കൗണ്ട് എടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴെന്താ, ശ്രീകുട്ടിക്ക് ഇവൻ കുറേ മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, തൻ്റെ ഡ്രസ്സ് പൊളിയാണ്, റിപ്ലൈ താന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അപ്പം ആരോമലിൻ്റെ അമ്മ അമ്പിളിയോട് പറഞ്ഞു, ഈ ചെറ്റനെ വെറുതെ വിടാൻ പറ്റില്ല, അവൻ എന്തായാലും പണി കൊടുക്കണമെന്ന്. അങ്ങനെ ഇവരെല്ലാം സുജിത് വാസുവിൻ്റെ വീട് അന്വേഷിച്ച് പോവാണ്. പുറകെ തന്നെ നമ്മുടെ ആരോമലും ഗ്യാങ്ങും ഉണ്ട്. അങ്ങനെ 2 വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ അവസാനം അമ്പിളിയും അമ്മയൊക്കെ സുജിത് വാസുവിൻ്റെ വീട്ടിലെത്തി. അവിടെ ചെല്ലുമ്പോൾ സുജിത് വാസു ഇല്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. സുജിത് വാസു എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും പറയുന്നത്, ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിക്കാൻ പോയിട്ടുണ്ടാവുന്നു. ഇതിൻ്റെ ഇടയിൽ ശ്രീകുട്ടിയും അതായത് പുറകെ വരുന്ന ബോയ്സ് ഗ്യാങ്ങിനും മെസ്സേജ് അയച്ചു. അതായത് ഈ സുജിത് വാസു അമ്പിളിയുടെ സ്വർണ്ണമൊക്കെ തട്ടിപ്പോയ കാര്യമെല്ലാം അവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അമ്പിളിയും ആരോമലിൻ്റെ അമ്മയും സഹോദരിയും എല്ലാം സുജിത് വാസും കൂട്ടുകാരും കൂടി പാർട്ടി നടത്തുന്ന സ്ഥലത്തേക്ക് എത്തി. അവരെല്ലാം ക്രിസ്മസ് പാപ്പയുടെ മാസ്കൊക്കെ വെച്ചാണ് അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പിളീനെ കണ്ടപ്പോഴേ സുജിത് വാസു എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അമ്പിളിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നിൻ്റെ കല്യാണം കഴിഞ്ഞ വിഷമത്തിലായിരുന്നു ഞാൻ, എൻ്റെ വിഷമം മറ്റുള്ളവർ കാണാതിരിക്കാനാണ് ഞാൻ ഈ മാസ്ക് പോലും വെച്ചേന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തട്ടിവിട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ആരോമലിൻ്റെ അമ്മയാണെങ്കിൽ സുജിത് വാസുവിന് ഇട്ടോട്ട് ചവിട്ട് കൊടുക്കുന്നു. ചവിട്ട് കിട്ടിയ സുജിത് വാസു കുറേ ദൂരെ ചെന്ന് വീഴുന്നു. മറ്റു പെണ്ണുങ്ങളാണെങ്കിലോ അത്ഭുതത്തോടെ അമ്മേനെ നോക്കുന്നു. അമ്മ അവിടെ കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല, പിന്നെയും സുജിത് വാസുവിൻ്റെ അടുത്ത് ചെന്ന് അവനിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്താ ചെയ്തത്, അമ്പിളീനെ അടുത്തേക്ക് വിളിച്ചു. അമ്പിളി സുജിത് വാസുവിൻ്റെ കർണക്കുറ്റിക്കിട്ട് നോക്കി ഒരെണ്ണം കൊടുക്കുന്നു. അടിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഗേൾസ് ഗ്യാങ് ഭയങ്കര സ്ലോ മോഷനിൽ ജീപ്പിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഈ സുജിത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അവരുടെ ജീപ്പിൻ്റെ താക്കോലെടുത്ത് മാറ്റുന്നു. എൻ്റെ കൂട്ടുകാരനെ അടിച്ചിട്ട് അങ്ങനെ ഒന്നും നിങ്ങൾ പോവാന്ന് വിചാരിക്കേണ്ടെന്നെല്ലാം പറയുന്നു. അപ്പോഴേതാ അങ്ങോട്ടേക്ക് നമ്മുടെ ബോയ്സ് ഗ്യാങ് വരുന്നു. അളിയനും ആരോമലെല്ലാം വരുന്നു. താക്കോലും പിടിച്ച് ഷോയും കാണിച്ച് നിൽക്കുന്ന സുജിത് വാസുവിൻ്റെ കൂട്ടുകാരൻ്റെ ആ നിപ്പ് അളിയൻ അത്ര പിടിച്ചില്ല. ഇതിൻ്റെ ഇടയിൽ സുജിത് വാസു പറയുന്നുണ്ട് കൂട്ടുകാരനോട്, എടാ പ്രശ്നമൊന്നും വേണ്ട, ആ താക്കോല് വിട്ടേര്, അവർ പൊക്കോട്ടെ എന്നല്ല. പക്ഷെ കൂട്ടുകാരൻ സമ്മതിക്കുന്നില്ല. അവസാനം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അളിയൻ എന്ത് ചെയ്തു, ഇവനിട്ട് നല്ലോണം കൊടുത്തിട്ട് ഇവൻ്റെ കൊണ്ടയ്ക്ക് പിടിച്ചിട്ട് നേരെ സുജിത് വാസുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എൻ്റെ അളിയൻ്റെ ഭാര്യയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച ആ 10 പവൻ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ എൻ്റെ തനി നിറഞ്ഞി കാണുന്നു. അങ്ങനെ കൊടുക്കാമെന്നെല്ലാം സുജിത് വാസു സമ്മതിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയ സന്തോഷത്തിൽ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ സെക്കൻഡ് നൈറ്റായി. ഫസ്റ്റ് നൈറ്റ് സുജിത് വാസു കാരണം കോളായി. സെക്കൻഡ് നൈറ്റെങ്കിലും ആഘോഷിക്കാമെന്ന ഒരുക്കത്തിലാണ് അമ്പിളിയും ആരോമലും. അപ്പോഴത് അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ് പാലുമായി ഉണ്ണിയാളിയൻ വരുന്നു. ആ പാല് കുടിക്കാനുള്ള ധൈര്യം ആരോമലിനും അമ്പിളിക്കും ഇല്ല. അത് ആളിയൻ തന്നെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ അവർ ഇരിക്കുമ്പോഴാണ് അമ്പിളി ആരോമലിനോട് ചോദിക്കുന്നത്, ആരോമലിലേട്ടന് എന്തെങ്കിലും പ്രണയമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആരോമൽ പറഞ്ഞു, എനിക്ക് ഈ പത്തി വെച്ച് ഈ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ഇവരോടൊക്കെ തുറന്ന് പറയാനുള്ളൊരു പേടി കാരണം ഒന്നും നടന്നില്ലെന്ന്. ഇത് കേട്ട് അമ്പിളി ചിരിക്കുന്നു. തടസ്സങ്ങളൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ആരോമലും അമ്പിളിയും. പക്ഷെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. സുജിത് വാസു തൻ്റെ പഴയ സ്വഭാവം ഒന്നും വിട്ടിട്ടില്ല. ഇപ്പം ചിഞ്ചുവിൻ്റെ പുറകെയാണ്. തൻ്റെ അച്ഛന് സുഖമില്ലെന്നെല്ലാം പറഞ്ഞ് ചിഞ്ചുവിൻ്റെ മുമ്പിലിരുന്ന് സുജിത് വാസു സെൻറ്റി അടിക്കുന്നു. ഇത് കണ്ട് മനസ്സലിഞ്ഞ ചിഞ്ചു തൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം സുജിത് വാസുവിന് കൊടുത്തിട്ട് പറയുന്നു, ഇത് വിട്ടിട്ട് അച്ഛനെ ചികിത്സിക്കുന്നു. അങ്ങനെ ചിഞ്ചുവിനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് തൻ്റെ കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഇവളെയും ട്രാപ്പിലാക്കിയെന്ന മട്ടിലുള്ള കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു.